ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും എന്നും പറയുന്ന പോലെ തന്നെ ഇന്നെനിക്ക് ലീവ്. അപ്പോൾ ലീവായതുകൊണ്ട് ഞാൻ രാവിലെ കുളിച്ച് കുളിച്ചതേ ഉള്ളൂ, റെഡി ആയിട്ടില്ല. ഒരു 5 മിനിറ്റുള്ള ഞാൻ റെഡിയാകും. അപ്പം ഞാനൊരു ഇമ്പോർട്ടൻസ് ആയിട്ടൊരു സ്ഥലത്ത് പോവാണ്. എനിക്ക് ഒത്തിരി 1 വർഷത്തോളമുള്ള ഒരാഗ്രഹമാണ്. അപ്പം അത് സാധിക്കാൻ പോവാണ്. എനിക്ക് കുറേ ദൂരമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബസ്സിലാണ് പോകുന്നത്. കൂടെ വരാൻ ആരുമില്ല, ആർക്കും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോവാണ്. കുറേ ദൂരമുണ്ട്. അപ്പോൾ പോയിട്ട് എപ്പോൾ വരും എന്നറിയില്ല, അത് പോയിട്ട് തിരിച്ചു വരും എന്നറിയില്ല. പോകാൻ പറ്റും, എപ്പോൾ തിരിച്ചു വരും, എപ്പോൾ എത്തും, രാത്രി ആയെന്നൊന്നും പറയാൻ പറ്റിയല്ല. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പം എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് കാണണം കാരണം ഭയങ്കര ഫേമസ് ആണ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ അവർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് വരുമ്പം എങ്ങനെയും പിക്ക് ചെയ്യുമായിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചായ കുടിക്കൂ, കട്ടൻ ചായ. അപ്പം ഞാൻ റെഡിയായി. ഇടയിലുണ്ടല്ലോ ഓട്സ് കഞ്ഞി ഉണ്ടാക്കി, കാരണം അവിടെ ചെല്ലുമ്പോൾ സമയം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരണ്ടല്ലോ. അപ്പം ഞാൻ ഇതുണ്ടോ സോസ്പാനിൽ ഓട്സ് കാണുന്നുണ്ടോ, ഇത് ഇപ്പം ഇതിനകത്ത് തന്നെ കഴിക്കണം. ഇനി ഒരു പാത്രത്തിലാക്കി കഴിക്കാനൊന്നും സമയമില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ പോകാൻ റെഡിയായി. എത്ര സമയത്തെന്നറിയോ? 8:30 ആയതേ ഉള്ളൂ. എനിക്കൊരു 9:30 ആകുമ്പോൾ പോയാൽ മതി, കാരണം അവിടുന്ന് എപ്പോഴും ബസ്സുണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ. അപ്പം ഞാനല്ല ഓട്സ് കഞ്ഞി കുടിക്കട്ടെ. രാവിലെ എണീറ്റ് പാടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുളിക്കാനൊക്കെ സമയം വേണ്ടേ, അതുകൊണ്ട്. അപ്പം പിന്നെ ഇത് ചിയാ സീഡ് കുടിച്ചു. അപ്പം ഓട്സ് ഇങ്ങനെ കുടിക്കട്ടെ. ഇനി എന്തിനാ ഒരു പാത്രത്തിലേക്കൊക്കെ ആക്കുന്നല്ലേ. ഗൂഗിളിൽ നോക്കിയപ്പം ഇന്ന് വെനസ്ഡേ അധികം റഷൊന്നുമില്ല. അല്ലാതെ വീക്കെൻഡേ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിന്ന് ലീവായതുകൊണ്ട് ഇന്ന് പോകാം, അല്ലാത്ത നടക്കൂല. എനിക്ക് ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി കുടിക്കുന്ന പോലെ തോന്നും. ഒരു കാര്യം കാണിച്ചാൽ, ഒരു മിനിറ്റ്. ഇതുണ്ടോ ചില്ലി ഓട്സ്, ഇത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? നല്ല രൂപ ഉള്ളി, ഒരു മീൻ വറുത്തൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊടിയരിക്കഞ്ഞി കുടിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ കുടിച്ചത്, ഉള്ളി കടിച്ച്, ഉള്ളിയും മുളകും കൂടെ കൂടി കഴിച്ച്. മോരൊഴിക്കുകയാണ് നല്ല കേട്ടോ. മോരുണ്ട്, വേണ്ട വിട്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ബാംഗ്ലൂർ എവിടെ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയില്ല. കാരണം ഇവിടെയൊക്കെ രാത്രിയിലൊക്കെ ആൾക്കാർ ട്രാവൽ ചെയ്യുമല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. റബ്ബറത്തോട്ടൊക്കെ ചുറ്റുമുള്ളതുകൊണ്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. ഈ പ്രാവശ്യം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാനെല്ലാം ഒരു 2-3 പേരെ വിളിച്ച് നിർത്തി. എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ ഒക്കെ. അധികം നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞ്, ഒരു പറമ്പ് കഴിഞ്ഞല്ലേ പിന്നെ വീട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എൻ്റെ നാട്ടിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അടുത്തടുത്ത വീടുകൾ. അപ്പം നമുക്ക് പേടിക്കണ്ട. അവരുടെ സ്ഥലം വേറൊരു സ്ഥലത്തും വീട് വെക്കുന്ന സ്ഥലം വേറൊരു സ്ഥലത്തും അങ്ങനെയായിട്ടാണ് അവിടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും അങ്ങനെയാണ്. കാരണം അവർ പറമ്പ് വേറെ ആയിട്ടാണ് വെക്കുക. അപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറയാൻ, നമ്മുടെ നാടും കുറേ പറമ്പ്, അതിനടുക്കൊരു വീടും, അതിൻ്റെ അപ്പുറത്തൊക്കെ രാത്രി കാണുമ്പോൾ റബ്ബർത്തോട്ടം. എനിക്കിങ്ങനെ തോന്നിറിയുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ ചെല്ലുന്നതുകൊണ്ട് എനിക്കങ്ങനെ, നമ്മളങ്ങനെ വല്ലപ്പോഴും പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ എന്തെങ്കിലും റബ്ബർത്തോട്ടത്തിൽ ഇങ്ങനെ ലൈറ്റിൻ്റെ ഇങ്ങനെ നിഴൽ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സ് ചിന്തിക്കും. എനിക്ക് പ്രേതമൊന്നും ഇല്ല, എനിക്ക് നല്ലപോലെ അറിയാം. എന്നാലും ഞാൻ ചിന്തിക്കും, എന്താ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, ശോ എന്തോ പോലെ, പിന്നെ ആരും നിൽക്കുന്നതൊക്കെ പോലെ തോന്നും. പക്ഷെ ഒന്നുമല്ല, ചിലപ്പോൾ വാഴയില എങ്ങനെ ആടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പായിരിക്കാം. എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മുടെ നാട്. ബാംഗ്ലൂർ എനിക്ക് ഒരു പേടിയില്ല. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണല്ലോ എന്നെ വിടാൻ എവിടെ വിടുന്നതിന് ഒരു പേടിയില്ല കേട്ടോ. ഭയങ്കര വിശ്വാസമാണ്. എന്തായാലും അവൾ പോയിട്ട് അവൾ ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമെന്ന് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഓട്സൊക്കെ തിന്ന് കഴിഞ്ഞു. ഇപ്പം ഞാൻ റെഡിയായി നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ഓട്സൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഒരാളെ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ.
ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കൺഫേം ഇല്ല. ഇന്നലെ പറഞ്ഞത്, പക്ഷെ ഞാൻ മറന്നുപോയി. ബുദ്ധിയാണ്, പെട്ടെന്ന് മറക്കും ഞാൻ. നമുക്ക് ഈ സൈബറിൻ്റെ ഈ അഡ്വർടൈസ് വരത്തില്ലേ, മീൻസ് ഈ പരസ്യം വരില്ലേ ഈ മൊബൈലിൽ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 1 പ്രസ് ചെയ്യുമ്പം അതങ്ങ് പോകും, പെട്ടെന്ന് പിന്നെ റിങ് ആയിക്കോളും. കണ്ടോ, എടുക്കുന്നില്ല. ഞാൻ രാവിലെ 5 മണിക്ക് വിളിച്ചതാണ്. തിരിച്ചു വിളിക്കും, നോക്കാം. ലിപ്സ്റ്റിക്ക് കൂടിപ്പോയോ? സാരിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ തീർക്കും ഞാൻ. നല്ല വെയിൽ കേട്ടോ, ഞാൻ പോകുന്ന സ്ഥലം നല്ല വെയിലാണേ. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ, നല്ല വെയിലാണ്, ഒരു ബസ്സും വരുന്നില്ല. KSRTCയാണ് പോകേണ്ടത്. ഒരു ബസ് വരുന്നുണ്ടേ, നോക്കട്ടെ. ഒന്ന് വരുന്നുണ്ട്, ഇവിടെ നിർത്തുമെന്ന് അറിയില്ല. ഓ, ആ ട്രാക്കിലാ. ഓ, ഫൈനലി ബസ് കിട്ടി. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണണം കേട്ടോ. ഇവിടെ കർണാടകത്തിൽ ഫുള്ള് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ആധാർ ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഫ്രീ ആണ്, അപ്പോൾ പൈസ ചിലവില്ല.